ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ നിയന്ത്രിക്കാന്ന് സിനിച്ചേച്ചിക്ക് വല്ല തോന്നലുണ്ടോ? മാഡം, അങ്ങനെ തോന്നിയിട്ടൊന്നുമല്ല. അവിടെ പൂജയൊക്കെ ഇപ്പൊ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. അത് പൂർത്തിയാകുന്ന ദിവസം നമുക്കറിയാം. ശാന്തി മുഹൂർത്തം കുറിച്ച് കെട്ടിക്കഴിഞ്ഞ ഗാഥ മാഡം അല്ലേ നവീന്റെ കൂടെ ഉണ്ടാവുന്നേ. ഓ, പൂജ മുഹൂർത്തം, ശാന്തി മുഹൂർത്തം, ഇതൊക്കെ കൂടി കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവളുണ്ടല്ലോ ആ കൃഷ്ണ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയില് അവൾക്ക് പെരുമാറാൻ നല്ലോണം അറിയാം. അത് സത്യസന്ധതയൊന്നുമല്ല, അവൾ ഇതൊക്കെ കരുത്തിക്കൂട്ടി അഭിനയിക്കുന്നതാ. അതുകൊണ്ട് എന്താ കളരിക്കലുള്ളവര് മുഴുവൻ അവളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കല്ലേ? അല്ലെങ്കിലേ അവള് നവീന്റെ അടുക്ക് എത്തുമ്പോ കുറച്ച് കുഴച്ചിൽ അവൾക്ക് കൂടുതലാ. ഇനി കുടുംബത്തിന്റെ ശാപം തീർക്കാൻ 41 ദിവസം കഠിനവ്രതം കൂടി എടുത്താലേ അവള് നവീന്റെ മനസ്സിലങ്ങോട്ട് പതിഞ്ഞു പോവും. പിന്നെ ദരിദ്രവാസി ചിലപ്പോ ചിന്തിക്കും, ഇത്രയും സൗകര്യങ്ങൾ വിട്ടു പോകണോ വേണ്ടയോ എന്ന്. അന്നൊരു തർക്കമുണ്ടായാലേ ഈ നടന്നതൊക്കെ അവള് നവീനോട് തുറന്നു പറയും. എനിക്കൊരു പരീക്ഷണത്തിന് വയ്യ, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മാഡം, അപകടമാണത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട. പിന്നെ ഞാൻ പോകുന്ന കാര്യം മമ്മിയെ വിളിച്ച് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നിങ്ങോട്ട് വരേണ്ടി വരില്ല. പിരിച്ചു വിടാൻ തന്നെ ഞാൻ മമ്മിയോട് പറയും. അറിയാലോ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ മമ്മി അത് ചെയ്തിരിക്കും. സത്യത്തിൽ അതൊന്നും ചെയ്യണ്ടായിരുന്നു. ഞാൻ എന്റെ ധൈര്യത്തിന് നവീന്റെ കൂടെ പോണായിരുന്നു. അതിന് ഞാൻ മടിച്ചോണ്ടാ വേറൊരുത്തിയുടെ കനിവും കാത്ത് ഞാനിങ്ങനെ കഴിയേണ്ടി വരുന്നത്. അവളുടെ അടുത്തൊക്കെ കയ്യും കുപ്പി അപേക്ഷിക്കേണ്ടി വരുന്നല്ലോ നല്ലത് ചത്തു കളയുന്നല്ലേ. ഞാൻ പോകുന്ന കാര്യം മമ്മിയെ വിളിച്ച് പറയാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നിങ്ങോട്ട് വരേണ്ടി വരില്ല. പിരിച്ചു വിടാൻ തന്നെ ഞാൻ മമ്മിയോട് പറയും. അറിയാലോ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ മമ്മി അത് ചെയ്തിരിക്കും. എന്താണാവോ ഗാഥ മാഡം കാണിക്കാൻ പോകുന്നത്? ഇന്നത്തോടെ എല്ലാം അവസാനിക്കാൻ പോകുവാണോ എന്തോ. എന്റെ ദൈവമേ, എന്തൊരു വിശപ്പായത്. 10 പ്ലേറ്റ് ചോറ് കിട്ടിയാലും മതിയാവൂല. ഇതെന്താ മോളെ ഈ നേരത്ത്? ഇത് ഞാനും അമ്മയും സ്ഥിരമായിട്ട് കഴിക്കാറുള്ളതാ. കുങ്കുമപ്പൂ ചേർത്ത ഷെയ്ക്കാ. സൗന്ദര്യം കൂടാനുള്ളതാ. സ്ഥിരം എടുക്കുന്നത് പോലെ അമ്മയ്ക്കും എടുത്തു. ഇനിയിപ്പൊ രണ്ടും ഞാൻ തന്നെ കുടിക്കണം. അതെന്തിനാ നീ തന്നെ രണ്ടും കുടിക്കുന്നത്? ഒന്നിങ്ങോട്ട് തന്നെ, ഒന്ന് ഞാൻ കുടിക്കാം. അയ്യേ, അച്ഛൻ എന്തിനാ ഇതൊക്കെ കുടിക്കുന്നേ? എന്താ, എനിക്കല്പം സൗന്ദര്യം കൂടുതലുണ്ടായാൽ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ?